ഇന്ന് സൺഡേ ഞങ്ങൾ ചർച്ചിൽ പോകാനുള്ള തിരക്കിലാട്ടോ. ഇന്നലെ രാത്രി ഇവിടെ കുറച്ച് മഴ പെയ്തായിരുന്നേ. അപ്പോൾ ഒരുപാട് ഇലകൾ വീണിട്ടുണ്ട്. പക്ഷെ തൂത്ത് നിൽക്കാൻ സമയമില്ല. കാരണം ചർച്ചിൽ 8 മണിക്കാട്ടോ ആരാധന. അതുകൊണ്ട് തന്നെ വന്നിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഈ പ്രകൃതിരമണീയമായ കാഴ്ചകളും കിളികളുടെ ശബ്ദവും അണ്ണാറക്കണ്ണൻ്റെ കളിയും എല്ലാം കണ്ട് നിന്നിട്ട് നല്ലൊരു വൈബാട്ടോ രാവിലെ കിട്ടുന്നത്. ഈ ചൂടിന് അതുപോലെ തന്നെ ചൂടിന് ഈ മരങ്ങൾ വളരെ ഒരു ആശ്വാസമാട്ടോ. എന്തൊരു ചൂടാണിപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ ഉള്ള ചൂട് ഇവിടെ നിന്ന് ഒട്ടും അറിയുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനെയുള്ള മരങ്ങളുടെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നത്. പിന്നെ രാവിലെ ഇവിടെ ഒരു ചായ എല്ലാവർക്കും നിർബന്ധം കേട്ടോ. അപ്പോൾ ചായ തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് പണി കൂടി ഉണ്ട്. ഇങ്ങനെയുള്ള ഭരണികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചായിരുന്നേ. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് പൊടിയൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ അതും ആ സമയത്തിനുള്ളിൽ ചെയ്ത് വെച്ചു. ചായ ഇവിടെ തിളയ്ക്കുകയാണ്. ഈ സമയത്തിന് കുഞ്ഞൂസിനുള്ള ഫുഡ് കൂടി ഉണ്ടാക്കണം. അവന് കുറുക്കായിരുന്നു കേട്ടോ കൊടുത്തുകൊണ്ടിരുന്നത്, ധാന്യങ്ങളുടെ പൊടി. പക്ഷെ അവനിപ്പോൾ ഒട്ടും കുടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേറൊരു രീതിയിൽ എങ്ങനെയെങ്കിലും അവൻ്റെ ഉള്ളിലാക്കാൻ വേണ്ടി ഞാൻ അത് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് പാനിൽ വെച്ചൊരു കുഞ്ഞു കുട്ടി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ തടവി ചെറിയ രീതിയിൽ ആ കുഞ്ഞു ദോശയായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അവനത് വളരെ ഇഷ്ടമാട്ടോ. അല്ലെങ്കിൽ ഈ ബിസ്ക്കറ്റും പാക്കറ്റ് ഫുഡ്സൊക്കെ തിന്നാൻ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതൊക്കെ അവർക്ക് വേണ്ട ഹെൽത്തിന് ഒട്ടും നല്ലതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ പരീക്ഷിച്ച് കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തിന് നല്ല ഉപകാരപ്രദമാകുന്ന വിധം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ചേട്ടൻ കുഞ്ഞിനെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനിവിടെ റെഡിയാണ്, സുന്ദര കുട്ടപ്പനായിരിക്കുന്ന സമയത്ത് ഞാനും റെഡിയായി വന്നു കേട്ടോ. ചേട്ടൻ വണ്ടി വേഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ചർച്ചിലോട്ട് പോകാനുള്ള തിരക്കിലാട്ടോ. ഇത് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങൾ ചർച്ചിലെത്തും കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലെ സൺഡേ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ.